അപ്പോ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പേര് ക മ. മലയാളത്തിലൊരു അതെ. ചൊല്ലില്ലേ അല്ലേ? കമ എന്നൊരു അക്ഷരം മിണ്ടരുതെന്ന്. കമ എന്ന അതെ. ഒരക്ഷരം, പക്ഷെ കമ എന്ന് പറഞ്ഞ ഒന്നല്ല, രണ്ടക്ഷരങ്ങൾ. ഈ ക മുതൽ മ വരെയുള്ള ആ ഒരു അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ പൊതുവെ സംസാരിക്കാറുള്ളത്. അപ്പോ നമ്മള് മറ്റേ ഇംഗ്ലീഷില് എ ടു സെഡ് എന്ന് പറഞ്ഞ പോലെയാണോ ശരിക്കും കമാ? ആ, അതെ അതെ. അപ്പൊ കുറെ പേരുകൾ നമ്മളിങ്ങനെ നോക്കി. പല പേരുകളും ഓൾറെഡി പോയി, പല പേരുകളും നമുക്ക് കിട്ടാനില്ല. അപ്പോ ആഹ്, അങ്ങനെയാണ് അവസാനം എന്നാ പിന്നെ മലയാളം പോഡ്കാസ്റ്റ് എന്ന് തന്നെ ആക്കിയാക്കാം എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ റിയാസ് പറഞ്ഞത്. മുമ്പ് ഇങ്ങനെ ഒരു ആലോചിച്ചിരുന്നു കാമ എന്ന്. അപ്പൊ സത്യം പറഞ്ഞ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. എ ടു സെഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ തന്നെ കാമ എന്ന് പറയാൻ എന്നൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമ്മള് താമസിക്കുന്നതൊക്കെ ദൂരെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തായാലും ഓൺലൈൻ ആയിരിക്കും ഈ പോഡ്കാസ്റ്റ് ഭൂരിഭാഗം നമ്മൾ ചെയ്യുക. അപ്പൊ വീഡിയോനേക്കാളും ഇത് കുറച്ചുകൂടി സ്യൂട്ടബിൾ, വീഡിയോ കാണുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് ഉള്ളതിനേക്കാളും ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിരിക്കുക. ആഹ് ഇത് പാരലലി വെച്ച് ഇത് ഇങ്ങനെ കേട്ടു പോവാം എന്നുള്ളതായിരിക്കും ഏറ്റവും അതെ അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈയിൽ മാത്രം റിലീസ് ചെയ്താൽ മതി. പക്ഷെ ഇപ്പോഴും ഫുള്ളി അങ്ങോട്ട് നമ്മൾ സ്പോട്ടിഫൈയിലും റിലീസ് ചെയ്യും, പക്ഷെ ഫുള്ളി അങ്ങോട്ട് സ്പോട്ടിഫൈയിലേക്ക് ആൾക്കാർ എത്തിയോന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ പിന്നെ പേരുകൾ ഈ പറഞ്ഞില്ല. കമ എന്ന് പറയുന്ന ഓക്കെ, എന്റെ പേര് റിയാസ്. വൈശാഖ്. ഈ അക്ഷരങ്ങൾ ക മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് മലയാളത്തിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയില്ല. ഇത് ഇതിന്റെ ഒരു രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഒരു സാധനം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്യുന്നത്, ഫസ്റ്റ് എപ്പിസോഡ് ഫുൾ ആയിട്ട് എടുത്തതിന് ശേഷമാണ്. അങ്ങനെ ചെയ്യാൻ പോലും നമ്മൾ തീരുമാനിച്ചത് ഇതെങ്ങനെയാണ് സത്യം പറഞ്ഞത് വരിക എന്ന് ഞങ്ങൾക്കും അറിയില്ല എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ യാതൊരു ഫസ്റ്റ് പ്ലാനും എപ്പിസോഡ്, ഇല്ലാതെയാണ് തുടങ്ങിയത്. അതെ, ഫസ്റ്റ് എപ്പിസോഡ് ചെയ്ത് അത് ഫുൾ എഡിറ്റ് ചെയ്ത്, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ അമച്ചറിഷ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് മുഴുവൻ ചെയ്ത് അത് കണ്ടു കഴിഞ്ഞപ്പോ എന്നാ പിന്നെ ഇങ്ങനെ ഒരു സാധനം കൂടി മുന്നേറ്റേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡില് എന്തായിരിക്കും, എന്താണ് നമ്മൾ പറയുന്നത്, അത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കേൾക്കുന്ന ആൾക്കാര് എന്തായാലും കണ്ടിരിക്കേണ്ട രണ്ട് വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുടങ്ങാം അല്ലെ? അപ്പൊ തുടങ്ങാം. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ലൈല. സോ ലൈല. ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് പാത്രമായി തീർന്നു ഈ ഒരു വെബ് സീരീസ്. ഫസ്റ്റ് സീസൺ മാത്രമേ അവർ റിലീസ് ചെയ്തിട്ടുള്ളൂ. സത്യത്തിൽ രണ്ട് മൂന്ന് സീസൺസ് അവർ പ്ലാൻ ചെയ്തിരുന്നു, ബട്ട് ഓക്കെ. ഫസ്റ്റ് സീസണിൽ നിന്ന് പോയി. 2040 നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താണ്. ഈ പറഞ്ഞ വായു മലിനീകരണം വളരെ രൂക്ഷമാണ്. വെള്ളം ത്തിന്റെ അഭാവം വളരെ രൂക്ഷമാണ്. അതിനു പുറമെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാരണമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ബട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷന് പകരം ഒരു ഒരു മതഗ്രന്ഥത്തെ അവിടെ റീപ്ലേസ് ചെയ്ത ഒരു അവസ്ഥ ആലോചിച്ചു. ആ റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓക്കെ. അതാണ് ലൈല ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് കാരണം തന്നെയാണ് ലൈല ഇത്രയധികം വിവാദങ്ങൾ അപ്പൊ വരുന്നത്. 2040 കഥ നടക്കുന്നത്. കഥ നടക്കുന്നത് രണ്ടായിരത്തി ഓക്കെ. നാൽപ്പതിലാണ്. ആ ഓക്കെ. ഒരു ഭാഗത്ത് താജ്മഹലിനൊക്കെ അവര് ആക്രമിക്കുന്നുണ്ട്. ആ ഓ. ഒരു പീരീഡില്. ഓ യെസ്. ഇതിലെ ഒരു പ്രധാന കഥാപാത്രം ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. ഓക്കെ. യാ. ആ, അശുദ്ധ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് ആര്യവർദ്ധൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ആക്കുന്ന ഒരു പരിപാടിയാണ്. സോ നമ്മൾ ഭയക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്കറിയാം ഒരു രാജ്യത്ത് മതഗ്രന്ഥങ്ങളെ ആ ഒരു മതരാജ്യങ്ങളുടെ അവസ്ഥ ഈ ഒരു സമയത്ത് തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്താൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. മതം ഒരു രാഷ്ട്രത്തില് എന്ത് ചെയ്യുന്നു? മതാധിപത്യം ഭരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഈ സോ വെബ് സീരീസ് എല്ലാം, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാരാണോ? യെസ്, ഇന്ത്യക്കാർ തന്നെയാണ് പ്രൊഡ്യൂസ് ഓ. ചെയ്തിരിക്കുന്നത്.
ഇന്ത്യൻ നടീനടന്മാർ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓക്കെ. സിദ്ധാർത്ഥ് ഉണ്ടല്ലോ, തമിഴ്നാട് സിദ്ധാർത്ഥ്, ഉവ്വ്. അതിൽ അഭിനയിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ. ആ രാജ്യം എന്ത് ചെയ്യുന്നു, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇവരെ ആക്കുന്നു. ഈ അശുദ്ധമായിട്ടുള്ള വ്യക്തികളെ കല്യാണം കഴിക്കുന്നവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലാക്കുന്നു. എന്നിട്ട് ടീച്ചിങ് കൊടുക്കുന്നു, എങ്ങനെ ഏഹ്, ഒരു പവിത്രമായ ഒരു കുലസ്ത്രീ ആവുക എന്നുള്ള രീതിയിലേക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് ആ ഒരു സിനിമയിൽ. ഏത് ജോണറിലാ ഇത് പെടുക? ഇത് പലതും നമുക്ക് പെടുത്താം. ഇതിലൊരു സയൻസ് ഫിക്ഷൻ കൂടി അഡീഷണൽ ആയിട്ട് അവരെ പറയാൻ കഴിയും. കാരണം സയൻസ് ഓക്കെ. ഫിക്ഷൻ്റെതായിട്ടുള്ള പല എലമെന്റ്സും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഒരു തരം പ്രത്യേക മെഷീനിൽ ഈ അശുദ്ധായ വ്യക്തികളെ കയറ്റുമ്പോൾ ശുദ്ധമാവുന്ന എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടിമകളാക്കി വെക്കുക, ഈ ശുദ്ധായ ആളുകൾക്ക് പ്രത്യേകതരം ടാറ്റു, അവർക്ക് മാത്രം ശുദ്ധജലം, അസ്പൃശ്യരായിട്ടുള്ള അഥവാ അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, അവർക്ക് വേറെ ഒരു സ്ഥലം, നമ്മൾ ഭയക്കുന്ന ഒരു കാലം. അത് ആണ് ലൈല നമുക്ക് കാണിച്ചു തരുന്നത്. ചരിത്ര സ്മാരകങ്ങള് വിദേശീയരായ ആളുകൾ നിർമ്മിച്ചതാണെന്നും പറഞ്ഞിട്ട് അതിനെ തകർക്കുക. താജ്മഹൽ പോലുള്ള ആളുകൾ അവരുടെ ഭാഷയില്, ഫാസിസ്റ്റുകളുടെ കണ്ണില് ഈ താജ്മഹൽ അതുപോലെ തന്നെ കുത്തബ് മിനാർ ഇതൊക്കെ വിദേശികൾ നിർമ്മിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പോ അങ്ങനെ ഇന്ത്യൻ അല്ലാത്ത ഒരു വസ്തുവെയും എന്താ ഇവിടെ പാടില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുക. അതാണ് ലക്ഷ്യം. ഇതാണ് ലൈല മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ സത്യത്തിൽ അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കോൺട്രവേഴ്സീസ് എന്തൊക്കെയാ? അതായത് ആ അതിന്റെ ന്യൂസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ആം, ഈ റിലീസ് ചെയ്തതിനു ശേഷം വളരെ രീതിയിൽ എന്ത് ചെയ്തു, സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് ഈ ഇതിലെ സംവിധായകർക്ക്, നടീനടന്മാർക്ക്. അത് മാത്രമല്ല നെറ്റ്ഫ്ലിക്സിനെതിരെയും പല സംഘടനകൾ ചെയ്തിട്ടുണ്ട്, പ്രക്ഷോഭമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ റേറ്റിംഗ് ഒരു 4.0 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അത്രക്കും വളരെ നെഗറ്റീവ് കമന്റ്സ് കാണാൻ കഴിയും. സിദ്ധാർത്ഥിന്റെ കഥാപാത്രം ഈ പറഞ്ഞ ഒരു വളണ്ടിയർ ആണ്. ഈ ആര്യവർത്തത്തിൽ പണിയെടുക്കുന്ന ഒരു വളണ്ടിയർ. ഈ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഈ പറഞ്ഞ അശുദ്ധരായ വ്യക്തികളെ കൊണ്ടുവന്ന് അവരെ പണിയെടുപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ചാരനെ പോലെ, അതായത് നല്ല ഒരു ആളുകളുണ്ടല്ലോ, ഈ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ കൂടെയാണ് ഈ പറഞ്ഞ സിദ്ധാർത്ഥ്. ഒരു ചാരനെ പോലെ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ മലയാളത്തില് ഒരു നോവൽ ഉണ്ട്, ചുവന്ന ബാഡ്ജ് എന്നും പറഞ്ഞിട്ട്. ആ നോവലും ഏകദേശം കഥ ഇതുപോലെ തന്നെയാണ്. ആ നോവലും സംസാരിക്കുന്നത് ഇതുപോലെ ഫാസിസ്റ്റുകള് നമ്മുടെ രാജ്യത്ത് വളർന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഭരണം ഒരു ഏകാധിപത്യ ഭരണം ആയാൽ എന്തു സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ആ ചുവന്ന ബാഡ്ജ് എന്ന് പറഞ്ഞു. ചിന്താ പബ്ലിക്കേഷൻ ആണത് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആരാ എഴുതിയേക്കുന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും അറിയോ? എഴുതിയത് എനിക്ക് ഇപ്പൊ ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓക്കെ. ഞാൻ നോക്കാം, നോക്കിയിട്ട് പറയാം. അത് ഏത് കൊല്ലം ആയിരിക്കും? ഈ ലൈലയ്ക്ക് മുൻപായിരിക്കോ ശേഷമായിരിക്കോ? റീസെന്റ്, ലൈലയ്ക്ക് ശേഷം വന്ന ഒരു നോവലാണ്. ഈ അപ്പൊ ലൈലയും ലൈല ഒരു അഡാപ്റ്റേഷൻ ആണ്. അതൊരു നോവലാണ്, ലൈല എന്ന് പറഞ്ഞിട്ടൊരു നോവലാണ്. ഓക്കെ. അതിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു വെബ് സീരീസ്. അപ്പൊ ഈ പേര് വരാൻ കാരണം ലൈല അത് മെയിൻ പ്രോട്ടോഗണിസ്റ്റിന്റെ പേരാണോ അതോ? സോ ലൈല, അത് സീസൺ നമ്മൾ മുഴുവൻ കാണണം, ഫുൾ സീസൺ. ആ. പക്ഷെ ഫസ്റ്റ് സീസണിലെ ആ സിനിമ, സോറി, ആ വെബ് സീരീസ് അവിടെ ഒതുങ്ങിപ്പോയത് കൊണ്ട് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഒരുപാട് വെബ് സീരീസ് അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ. സിനിമകളും ഇപ്പൊ കുറവാണ്, എന്നാലും കമ്പാരിറ്റീവ്ലി സിനിമയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ വെബ് സീരീസ് കാണാനുള്ള ചിലപ്പോൾ എനിക്ക് അതിനുള്ളൊരു ക്ഷമ കുറവാണ്, അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയാൽ തീരാതെ നിർത്തില്ല, അങ്ങനത്തെ ഒരു ഓക്കെ. പരിപാടികളുണ്ട്. ഇപ്പൊ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം വെബ് സീരീസിന്റെ എണ്ണം കുറവാ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വെബ് സീരീസുകൾ, ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഗെയിം ഓഫ് ത്രോൺസ് ഇതുവരെ കാണാത്ത സെയിം, എന്റെ സെയിം ടു ജനറേഷനിലെ യു. അപ്പോ നമുക്ക് രണ്ടുപേർക്കും അത് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ. അപ്പോ ഞാനപ്പോ വെബ് സീരീസ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ വെബ് സീരീസ് അല്ലെങ്കിൽ ടി വി സീരീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കാണുന്നത് കുറവാണെങ്കിൽ ഞാനിത് പണ്ട് മുതലേ കാണുന്നുണ്ട്. അതായത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സീരീസുകൾ തൊട്ട് കണ്ടിട്ടുണ്ട്.
അപ്പൊ അന്നൊന്നും ശരിക്കും പറഞ്ഞ ഓക്കെ. വെബ് സീരീസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ന് TV സീരീസ് ആണ്. ടി വി ഇപ്പോഴും സീരീസ്. അതെ, ഇപ്പോഴും ശരിക്ക് എനിക്ക് മനസ്സിലായേക്കണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് വെബിൽ റിലീസ് ചെയ്യുന്ന സീരീസിനെയാണ് വെബ് സീരീസ് എന്ന് പറയാം. യെസ്, ടി യെസ്, വിയിൽ അങ്ങനെ തന്നെ അല്ലെ? പറയാം. ആ. Yes. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ അതാ. ഡെഫിനേഷൻ അതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇപ്പൊ ഓൺലൈൻ അവൈലബിൾ ആണെങ്കിലും ഇതൊരു TV സീരീസ് ആണ്. സോ ഓക്കെ, ഓക്കെ. ആ. ഇതിന്റെ പേര് എന്ന് ഏത് പറയുന്നത് ഇയർ ആണ് റിലീസ്? 1995. അപ്പൊ 30 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സീരീസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. 1995. ഓ, 1995. ഞാൻ അപ്പോ ജനിക്കുന്നതിന് മുമ്പാണ്. അതെ, ഞാൻ ജനിച്ചിട്ട് പോലും കുറച്ച് കൊല്ലങ്ങളേ ആവുള്ളൂ. 92-ലാണ് ഞാൻ ജനിച്ചത്. ഓക്കെ, അപ്പൊ അത്രയും എന്താ ഓക്കെ. പറയാ, എന്റെ ഏജിന്റെ അടുത്ത ഏജുള്ള ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ സീരീസ്. യെസ്. അപ്പോ ഇതിന്റെ ഓക്കെ. പേര് ഗൂസ് ബംസ് എന്നാണ്. ഗൂസ്തംസ്. ഗൂസ് ബംസ്. അപ്പോ ഇപ്പോ ഓക്കെ. ഗൂസ് ബംസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള 2023 ഇറങ്ങി 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു വെബ് സീരീസ് ഉണ്ട്, ഡിസ്നി യാ, യെസ്. പ്ലസിലൊക്കെ. അതെ, അതും ഞാൻ യെസ്, യെസ്. കണ്ടിട്ടുണ്ട്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ഇപ്പോ പറയാൻ പോകുന്നത് പഴയ ഗൂസ് ബംസ് ആവുന്നതിന് കാരണം എന്ന് പറയുന്നത് അന്നത്തെ വെബ് സീരീസുകൾക്കൊരു അല്ലെങ്കിൽ അന്നത്തെ സിനിമകൾക്കും സീരീസുകൾക്കും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത, അവര് VFX ഉപയോഗിക്കും. പക്ഷെ ഓക്കെ. VFX ഫുള്ളി അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല താനും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണ ഒരു ഓക്കെ. ആ. അതെ, അത് ക്രിയേറ്റ് ചെയ്യണ ഒരു ഇല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണ ഒരു വേൾഡ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഓക്കെ. ഇപ്പൊ ഭയങ്കര പെർഫെക്റ്റ് VFXനേക്കാളും കുറച്ചൊന്ന് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു VFX ആയിരിക്കും ചിലപ്പോ ഈ കുറച്ചൊരു ഫാന്റസി എലമെന്റ് കലർന്ന കഥകൾ പറയാനായിട്ട് രസം. അപ്പൊ അത് യാ, പറയുമ്പോ യാ. ഇത് ഒരു ആന്തോളജിയാണ്, ഹൊറർ ഫാന്റസി ടെലിവിഷൻ സീരീസ് ആണ്. അപ്പോ ഓക്കെ. ഇതിപ്പോ ഹൊററിന്റെ ഏതിലാണ് എലമെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാം? അത് എനിക്ക് തോന്നുന്നത് ഞാനത് നോക്കിയിട്ട് പറയേണ്ടി വരും ഏതിലാണ്. ഞാനപ്പോ ഇതിന്റെ താഴെ ഓ, കൊടുക്കാം യെസ്. ഏതിലാണ് ഇപ്പൊ എവിടെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. കാരണം കുറച്ച് ഞാനത് കാണാനായിട്ട് ഇപ്പൊ റീസെന്റ് കാണാനായിട്ട് സെർച്ച് ചെയ്തപ്പോ എന്തോ ഒരു കൺഫ്യൂഷൻ കണ്ടു അതിനിടയിൽ. അപ്പോ ഓ, ഉം, യെസ്. ചില ലൊക്കേഷൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കണ്ട പോലെ തോന്നി എനിക്ക്. അപ്പോ എനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല, ഞാനത് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. ഓ, അപ്പോ യെസ്. ഇത് RL സ്റ്റീൻ എന്ന് പറയുന്ന റൈറ്ററുടെ ഇതേ പേരിലുള്ള ഒരു ബുക്കിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. അപ്പോ ഒരു ഓ, യെസ്. ആന്തോളജി. അപ്പൊ ബുക്കിന്റെ അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഓ ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് തോട്ട്സ് ആണ് ഇതിനകത്തുള്ളത്. ആഹ് അതുകൊണ്ട് തന്നെ ഇത് സ്പോയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ 74 എപ്പിസോഡില് ഇത് ഒരു ഏത് എപ്പിസോഡിന്റെ ജോണറിലാ വരുന്നത്? അതാണ്. അപ്പൊ ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഫാന്റസി ഹൊറർ ആണ്. ഓരോ ഓ, യാ. എപ്പിസോഡിലും ഓരോ കഥയാണ്, ഓ, അല്ലാതെ യെസ്. ഓക്കെ. കണ്ടിന്യൂ ഒരു ചെയ്യുന്ന. അപ്പോ ആന്തോളജി പോലെ ഇങ്ങനെ. ആന്തോളജി പോലെ. അപ്പൊ ഓ, തീമാറ്റിക്കലി ഇതിന് സെയിം ആണ്. തീമാറ്റിക്കലി ഇത് ഫോളോ ചെയ്യുന്നത് ഹൊറർ ഫാന്റസി അങ്ങനത്തെ പരിപാടികളാണ്. പക്ഷെ എല്ലാ എപ്പിസോഡിലും ഒരേ കഥേനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കഥയുടെ കണ്ടിന്യൂഷൻ ഫോളോ ചെയ്യുകയോ അല്ല അവർ ചെയ്യുന്നത്. അപ്പോ എഗെയിൻ നമുക്ക് സ്പോയിൽ ചെയ്യുന്നതിനും ശരിയല്ല. പക്ഷെ 74 എപ്പിസോഡ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിന്റെ ഒരു പ്ലോട്ട് ഞാൻ പറയാം. അപ്പോ ഏകദേശം ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു പ്ലോട്ട്, ഒരു എപ്പിസോഡിന്റെ പ്ലോട്ട് ഉണ്ട്. അപ്പൊ ഇത് സീസൺ 1 ആണ്. സീസൺ 1 12-ാമത്തെയും 13-ാമത്തെ എപ്പിസോഡാണ് ഈ പറയുന്ന സാധനം. അപ്പോ ത്രൂ ഔട്ട് ഈ സീരീസിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റുകൾ ഉണ്ട്, ഒക്കൾട്ട് ആയിട്ടുള്ള എലമെന്റുകൾ. ഒക്കൾട്ട് എലമെന്റ്സ് അറിയാലോ, ഇപ്പൊ ഇങ്ങനത്തെ ഭയങ്കര നമ്മളിപ്പോ യെസ്. ഇല്ലുമിനാറ്റി റിലേറ്റഡ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ യാ, കുറച്ച് യെസ്. ആഡം ജോൺ എന്ന് പറയുന്ന പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയിലൊക്കെ ഉള്ള പോലത്തെ എലമെന്റ്സ് ഒക്കെ, അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയണ ഈ ഒരു എപ്പിസോഡില് അതിനെ എന്ത് വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. കാരണം അത് അവർ ഭയങ്കര സ്കെയറി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രസം എന്താന്ന് വെച്ചാല് ഈ ഫാന്റസിയും ഹൊററും ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ചെറിയൊരു സയൻസ് ഫിക്ഷന്റെ എലമെന്റും ഇതിനകത്ത്. അപ്പോ ഓ, യെസ്. സയൻസ് ഫിക്ഷൻ എന്ന് പറയാമോ, സയൻസ് വേണമെങ്കിൽ ഞാൻ അതിന്റെ സയൻസ് ഫാന്റസി എന്നോ സയൻസ് ഹൊറർ എന്നോ പറയാം. കാരണം ആ രീതിയിലാണ് അവർ അതിനെ എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ പേര് എന്ന് പറയുന്നത് സ്റ്റേ ഔട്ട് ഓഫ് ദി ബേസ്മെന്റ്. ഓക്കെ. അവിടുത്തെ നാടുകളിലൊക്കെ ബേസ്മെന്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ സ്റ്റേ ഔട്ട് ഓഫ് ദി യാ, യാ. ബേസ്മെന്റ്. ഇത് ഈ പറഞ്ഞ മാതിരി 1992 ഇത് ഇറങ്ങിയത് ഈ എപ്പിസോഡ് ഇറങ്ങിയത് 1996 പക്ഷെ
1992 ഇറങ്ങിയ R.L. സ്റ്റൈൻ്റെ ബുക്കിൽ നിന്നാണ് അവരിതിനെ പ്രചോദനം കിട്ടിയിട്ടുള്ളത്, അഡാപ്റ്റ്. യെസ്. അഡാപ്റ്റേഷൻ. അപ്പൊ എങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ഇത് ഇപ്പൊ ഈ മൊമെന്റ് തൊട്ട് ഇത് കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ സ്പോയിലർ ആയിരിക്കാം. കാരണം 74 എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡിനെ പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ സസ്പെൻസ് അടക്കം പറയാൻ പോവാണ് ഞാൻ. ബട്ട് ദാറ്റ് വോണ്ട് റൂയിൻ ദ എൻജോയ്മെന്റ്. കാരണം ഇതിനേക്കാളും രസമുള്ള വേറെ കുറെ എപ്പിസോഡുകൾ അതിനകത്തുണ്ട്. അപ്പോ ഇത് ജസ്റ്റ് പായസത്തിൽ നിന്ന് ജസ്റ്റ് ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്യണ പോലെ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ കഥ എന്ന് പറയുന്നത് ഒരു അച്ഛൻ, അമ്മ, 2 മക്കളുള്ള ഒരു ഫാമിലിയില്, അമ്മ ഔട്ട് ഓഫ് ദി ടൗൺ ആണ്, അവര് എങ്ങോട്ടോ ഒരു ആവശ്യത്തിന് പോയേക്കാണ്. അച്ഛൻ ബയോളജിസ്റ്റ് ആണ്, ബോട്ടണി റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഇയാളുടെ ബോട്ടണി എക്സ്പെരിമെന്റ്സ് മുഴുവൻ ബേസ്മെന്റിലാണ്, സ്റ്റേ ഔട്ട് ഓഫ് ദ ബേസ്മെന്റ്. അപ്പോ മക്കള് രണ്ടുപേരുണ്ട്. ഈ മക്കൾക്ക് എന്തോ അപ്പൊ മൂത്തത് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഈ മക്കൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ അച്ഛന്റെ പെരുമാറ്റത്തിൽ ഇവർക്ക് തോന്നുന്നുണ്ട്. അമ്മ പുറത്താണ് എന്തോ. അപ്പൊ മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആരോട് സഹായം ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ല. അവർ കുറച്ചൊരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പോലെ. അച്ഛൻ ഭയങ്കര വിയേർഡായിട്ട് പെരുമാറുന്നു, ബേസ്മെന്റിൽ പോവാൻ സമ്മതിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവർക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അച്ഛൻ ബേസ്മെന്റിൽ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പോലും സമ്മതിക്കുന്നില്ല ബേസ്മെന്റിൽ നിന്ന്. അപ്പൊ ഇവരോട് ഭയങ്കര റൂഡായിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യണത്. അപ്പോ എപ്പോഴും ഇയാള് ബേസ്മെന്റിലാണ്, ഒരു വലിയ ഹാറ്റൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇവര് പിന്നെ നോക്കുമ്പോ ഇയാള് തിന്നുന്നത് മുഴുവൻ പ്ലാന്റിന്റെ ഫുഡാണ്, പ്ലാന്റിന് കൊടുക്കണ ഫുഡാണ് അല്ലെങ്കിൽ വളമാണ് ഇയാൾ തിന്നണം. മാത്രമല്ല ഇയാളുടെ സ്കിൻ ഭയങ്കര റബ്ബറിയാണ്, സ്കിൻ ഭയങ്കര കോൾഡ് ആണ്. എന്താ പറയാ, ഭയങ്കര ഒരു മനുഷ്യന്റെ സ്കിൻ എന്ന് പറഞ്ഞ നമ്മള് ഹോട്ട് ബ്ലഡ് ഉള്ള ആൾക്കാരല്ലേ. കോൾഡ് ബ്ലഡ് ഉള്ളത് ഇതിനൊക്കെയാണല്ലോ, പാമ്പിനൊക്കെയാണ്. അപ്പൊ നമ്മുടെ സ്കിന്നൊന്നും അങ്ങനെ മരിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് കോൾഡ് ആവുള്ളൂ. അപ്പോ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സീരീസുകളാകുമ്പോൾ പോവണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണല്ലോ പിള്ളേര് പോവുക. അപ്പൊ ഈ പിള്ളേര് ബേസ്മെന്റിലേക്ക് പോകും. അപ്പൊ ബേസ്മെന്റിൽ എത്തിക്കഴിയുമ്പോ ഇവര് നോക്കുമ്പോ ഭയങ്കര വിയേർഡായിട്ടുള്ള എക്സ്പെരിമെന്റ്സ്, ചെടികൾ ഇങ്ങനെ ഒരു ഭ്രമയുഗത്തിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഭയങ്കര ഒരു അച്ചടക്കമില്ലാണ്ട് ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കണം. അതിനിടയിൽ ഇവരിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു ചെടിക്ക് മനുഷ്യന്റെ ചായ. ചെടിയാണ് പക്ഷെ മനുഷ്യന്റെ ചായ. അപ്പോ ഇവർക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഇവർക്ക് ഭയങ്കര ഇതായി. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവിടെ എന്തോ എക്സ്പെരിമെന്റ് റോങ് ആയി പോയതാണ് പണി കിട്ടിയിരുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് പതുക്കെ ഒരു റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അച്ഛൻ ഒരു പ്ലാന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്തോ എക്സ്പെരിമെന്റ് നടത്തി എന്തോ ജനറ്റിക്കലി എന്തോ ചെയ്യാൻ നോക്കിയപ്പോ ഇവരുടെ അച്ഛൻ മനുഷ്യനെ മാറിയിട്ട് പ്ലാന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇയാള് പ്ലാന്റിന്റെ ഫുഡ് കഴിക്കണം. അപ്പൊ ഇവരുടെ അച്ഛനെ രക്ഷിക്കണം. അപ്പൊ ഇയാളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ ഇവര് പിള്ളേരായതുകൊണ്ട് ഇവർക്ക് സ്നീക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ ആരും കാണാതെ ഒളിച്ചിരിക്കാനും. പക്ഷെ ഇവര് പതുക്കെ ഇയാളുടെ എല്ലാ മൂവ്മെന്റ്സും വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ ആ വീട്ടില് ഈ 3 പേരെ കൂടാണ്ട് ഒരാളും കൂടി ഉണ്ട്. ആ ആളാണ് ഇവരുടെ അച്ഛൻ. ആ 4മതുള്ള ആളാണ് ഇവരുടെ അച്ഛൻ. ഇത് എന്ന് പറയണത് ഇയാളുടെ ക്ലോണാണ്, ഇയാളുടെ പ്ലാന്റ് ക്ലോണാണ്. അല്ലെങ്കിൽ ഇയാളുടെ ജീനും ഒരു പ്ലാന്റിന്റെ ജീനും മിക്സ് ചെയ്തിട്ട് ഒരു വേറൊരു ക്രിയേച്ചർ ഉണ്ടായിട്ട് ആ ക്രിയേച്ചർ ഇവരുടെ ശരിക്കുള്ള അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ബാക്കി പരിപാടികൾ, അതായത് ഇനി അയാളെ തന്നെ അയാളുടെ ഒരു എന്താ പറയാ തലമുറ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ഈ ടോട്ടൽ ഫാമിലിനെ നശിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇനിയാണ് ഇവരെങ്ങനെ ഒരു അച്ഛനെ രക്ഷിക്കും അല്ലെങ്കിൽ ഇവരൊരു അച്ഛനെ രക്ഷിക്കുമോ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സിൽ
അപ്പൊ അഗൈൻ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് അൾട്രാ സ്പോയിലർ ആണ്. അപ്പൊ ഇതുവരെ കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ ഇനി നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ പോയിട്ട് ആ ഗൂസ് ബംസിന്റെ എപ്പിസോഡ് കണ്ടാലും നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇനിയാണ് ഭയങ്കര രസമുള്ള ഒരു ഇൻസിഡന്റ്. ലാസ്റ്റ് ഇവരുടെ മുമ്പിൽ ഇപ്പൊ റാവൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഷാരൂഖ് ഖാൻ അഭിനയിച്ച റാവൺ. യെസ്, കണ്ടിട്ടുണ്ട്. അതിലവസാനം യെസ്, ഒറിജിനൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. യെസ്. 10-11 ഷാരൂഖ് ഖാൻമാരങ്ങണ്ട് വന്ന് അമ്മമാരോ അങ്ങനെ എന്തോ 10-11 പേര് വന്ന് നിരന്ന് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ ഇതിനകത്ത് ഈ മക്കളുടെ മുമ്പിൽ ഈ യെസ്. രണ്ടച്ഛ ആ, ഇതിനകത്ത് ഈ മക്കളുടെ മുമ്പിൽ ഈ രണ്ടച്ഛന്മാരും വന്ന് നിൽക്കും. അതായത് ക്ലോൺ ആയിട്ടുള്ള അച്ഛനും വന്ന് നിൽക്കും, ഒറിജിനൽ ആയിട്ടുള്ള അച്ഛനും വന്ന്. അപ്പൊ ഇവരുടെ കയ്യില് ആയുധമുണ്ട്. ഇവർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം, അല്ലെങ്കിൽ ഇവർക്ക് ആരെ വേണമെങ്കിലും നശിപ്പിക്കാം. അപ്പോ ഇവരിങ്ങനെ പക്ഷെ ഒരാളെ മാത്രം നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യും. ആ സമയത്ത് ഏഹ്, കുറച്ച് ക്ലീഷയാണ്, കുറച്ച് ചൈൽഡിഷ് ആണ്. പക്ഷെ 1995-ലാണെന്ന് ആലോചിക്കണം. യെസ്. ഈ ശരിക്കുള്ള അച്ഛൻ, ഇവരുടെ ശരിക്കുള്ള അച്ഛൻ ഈ മൂത്ത കുട്ടിയെ വിളിക്കാറുള്ള ഒരു പേര് വിളിക്കും. അത് മറ്റേ യെസ്. ക്ലോണിന് അറിയില്ലല്ലോ. അങ്ങനെ ഇവര് ആ അച്ഛനെ രക്ഷിക്കും. ഇതാണ് ആ എപ്പിസോഡിന്റെ പ്ലോട്ട്. അപ്പൊ ബേസിക്കലി ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതർ വേൾഡ്ലി എന്ന് പറയും, അതായത് വേറൊരു വേൾഡിൽ നടക്കുന്ന കഥ പോലെ തോന്നണ രീതിയിലുള്ള ഭയങ്കര കഥകളാണ്. അപ്പൊ ഇതിനകത്ത് വേറൊരു എപ്പിസോഡിന്റെ ജസ്റ്റ് ഒരു എലമെന്റ് മാത്രം ഞാൻ പറയാം. ഒരു സ്പോഞ്ച്, ഈ സ്പോഞ്ച് ആ വീട്ടുകാർക്ക് ശല്യമായിട്ട് മാറും. ആ സ്പോഞ്ച് ഇങ്ങനെ അനങ്ങുന്നു, പിടിക്കുന്നു, അങ്ങനെ 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 അങ്ങനെ. പിന്നെ അതിന്റെ പിന്നിൽ വേറെ ചില പരിപാടികൾ. അപ്പൊ ഇതാണ് ഗൂസ് ബംസ്. 74 എപ്പിസോഡ്സ് ഉണ്ട് അതില്. ഞാൻ ഈ പറഞ്ഞ ഈ സീരീസ് 2 എപ്പിസോഡുകൾ. ഞാൻ ഈ പറഞ്ഞ കഥ സീസൺ 1-ലെ 12th and 13th 2 എപ്പിസോഡുകളായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കഥ നടക്കുന്നത്. ഇത് കുറച്ച് വലിയ കഥ ആയതുകൊണ്ട് അവര് ഒരു എപ്പിസോഡിൽ ഈ കഥ അവസാനിപ്പിക്കില്ല. 12th and 13th എപ്പിസോഡ് 2 എപ്പിസോഡിലും കൂടിയായിട്ടാണ് ഈ കഥ. ക്യൂരിയസ് തോന്നി. അതെ, ഭയങ്കര. ഇനിയും കാണും. അതെ. അപ്പൊ ഇതുപോലത്തെ സെയിം ഒരു സ്റ്റോറി ആണോ, അതായത് ഒരു ആണോ ഈ ഫുൾ എപ്പിസോഡ്? എല്ലാ എപ്പിസോഡുകളും ഇങ്ങനത്തെ ഡിഫറെന്റ് കൈൻഡ് ഓഫ്. അത് എല്ലാത്തിലും സയൻസ് എക്സ്പെരിമെന്റ് കാര്യങ്ങളാണെന്നില്ല. ചിലതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനമായിരിക്കും. ചിലതില് ഇതുപോലത്തെ സയൻസ് എക്സ്പെരിമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചിലതില് എന്താ പറയാ, ചിലത് ഭയങ്കര ഡാർക്കാണ്. ഇതിപ്പോ പോസിറ്റീവ് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ ഒരു ഒരു ഹെൽമെറ്റ് ആൾക്കാരെ ആക്രമിക്കണത്, അങ്ങനെ എന്തോ ഒരു എപ്പിസോഡ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മുഖംമൂടി ആൾക്കാരെ ആക്രമിക്കുന്നത്, അങ്ങനെ ഒരു എലമെന്റ് ഒട്ടും ലോജിക്കൽ അല്ലാത്ത. ഇപ്പൊ പ്ലാന്റ് ഹ്യൂമൻ ക്ലോൺ എന്ന് പറയുമ്പോ അത് ലോജിക്കൽ അല്ലെങ്കിലും പേരിന് നമുക്ക് പറയാമല്ലോ ക്ലോൺ. അത് ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ്, അതെ, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് നടന്നൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ പറയാം. മറ്റേത് ഇതുപോലും പറയാൻ പറ്റാത്ത അത്രയും ഓവർ ദ ടോപ്പ്, നമുക്കൊട്ടും വിശ്വസിക്കാനേ പറ്റാത്ത കഥകളുണ്ട്. അപ്പൊ ഇത് ഒന്നാമത് ആ കാലഘട്ടത്തിൽ ഫിലിമിൽ ഷൂട്ട് ചെയ്ത പോലത്തെ ആ ഒരു അപ്പിയറൻസും ഈ അത്ര ഫുള്ളി പെർഫെക്റ്റ് അല്ലാത്ത VFX എല്ലാം കൂടി കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വേറൊരു വേൾഡിൽ നമ്മളിരുന്ന് അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലെ എപ്പിസോഡുകൾ. ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ അതിന്റെ ഒരു ത്രെഡ് വായിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരുവിധം എപ്പിസോഡുകളെല്ലാം ഞാൻ കണ്ടിട്ട്. എനിക്കൊന്ന് 3 സീസണോ മറ്റോ 3 സീസൺ അതെ. പണ്ട് ഒറിജിനലി അതൊരു TV സീരീസ് ആയിട്ടാണ് ഇറക്കിയത്. പിന്നെ ഇപ്പൊ വേണമെങ്കിൽ അതൊരു വെബ് സീരീസ് ആയിട്ട് പറയാം. ഒരു അഡാപ്റ്റേഷൻ, ബുക്കിന്റെ അഡാപ്റ്റേഷൻ, ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ അല്ലേ പറഞ്ഞത്? അതെ. 4 സീസൺസ് ഉണ്ട്. 4 സീസൺസ്. അപ്പൊ ഈ ഒരു ഫിക്ഷനും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? ഒരു ആന്തോളജി സ്റ്റോറി പോലെ, ഒരു ഷോർട്ട് സ്റ്റോറീസ് പോലെ.
അതെ. അപ്പൊ ചില എപ്പിസോഡുകൾ മാത്രം വലിയ കഥകളാണെങ്കിൽ 2 എപ്പിസോഡുകളിലൂടെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ ഒരു കഥ എന്നുള്ള നിലയ്ക്കാണ് അവർ പോയേക്കണത് യൂഷ്വലി. സോ വെരി ഇൻട്രസ്റ്റിംഗ്. ഫസ്റ്റ് 2 എപ്പിസോഡ്സിലെ കഥ പറഞ്ഞപ്പോൾ തന്നെ വെരി ഇൻട്രസ്റ്റിംഗ്. ഇവരുടെ എന്താ പറയാ, അതിന്റെ ഒരു ഗൂസ് ബംസ് എഴുതിയേക്കുന്ന ഫോണ്ടും അതിന്റെ ഒരു ഇൻട്രോ മ്യൂസിക്കും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോ റീസെന്റ് റിലീസ് ചെയ്തിട്ടുള്ള ഇതേ പേരിലുള്ള വെബ് സീരീസില് അതുമായിട്ട് ആ എന്തെങ്കിലും ഒരു സാമ്യതയുണ്ടോ? തീമാറ്റിക്കലി സാമ്യത ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിലെ കഥകൾ തന്നെയാണ് അതിൽ എന്ന് പറയാൻ പറ്റില്ല. തീമാറ്റിക്കലി കുറച്ച് സാധ്യതകളുണ്ട്, സാമ്യതകളുണ്ട് ഈ പഴയ ഗൂസ് ബംസും പുതിയ ഗൂസ് ബംസും തമ്മിൽ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഈ പേര് കടമെടുത്തത് തന്നെ ആ ഒരു തീമാറ്റിക്കലി സെയിം ആണെന്നുള്ളതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവര് പിന്നെ അതും ആന്തോളജി സ്റ്റൈലാണ്, പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് അവര് ഒരു ട്രാജഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു, ഞാനും അതും കണ്ടിട്ടുണ്ട്. അവര് അപ്പൊ അവര് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോ ഈ അവർക്ക് ഒരു ബന്ധമില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ട്രാജഡിയിൽ അവർക്കും ബന്ധമുണ്ട്. അപ്പൊ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒക്കെ ഒരു ജോണർ അല്ലെങ്കിൽ അതിനോടൊക്കെ നമുക്ക് അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതാണ്. അത് എനിക്ക് തോന്നുന്നു ഡിസ്നി പ്ലസ് ലാണുള്ളത്. എഗെയിൻ നമ്മുടെ റീജിയനിൽ അത് കിട്ടുമോ ഇപ്പൊ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല, അത് ഉറപ്പ് വരുത്തണം. കാരണം ഇപ്പൊ പുതിയ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണെങ്കിൽ തന്നെ അത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം. പക്ഷെ അതിന്റെ കഥയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ആ ഗൂസ് ബംസ് എല്ലാവർക്കും അറിയാം, അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അത് കൂടുതൽ ആളുകൾക്ക് അറിയാം. ഈ ഗൂസ് ബംസ് പലപ്പോഴും ഇതിന്റെ ഒരു ഫോണ്ടും ഇതിന്റെ ഒരു പോസ്റ്ററും ഒക്കെ കണ്ട ചിലപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് കാണാൻ ഭയങ്കര ഇപ്പൊ എനിക്ക് പോലും അതിന്റെ ഫോണ്ട് കണ്ട അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് കുറച്ചൊരു ഇതൊരു പഴയ സാധനമാണല്ലോ എന്ന് തോന്നും ചിലപ്പോൾ. പക്ഷെ പ്ലോട്ട് വായിച്ചാലോ ഏതെങ്കിലും എപ്പിസോഡ് കണ്ടാലോ ആയിരിക്കും ഇത് കൂടുതൽ കൂടുതൽ കാണാനായിട്ട് തോന്നുക. അപ്പൊ നമ്മളിങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആളുകൾക്ക് അത് കേട്ടിട്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എപ്പിസോഡ് പോയി സീരീസ് പോയി കാണാം. കുറച്ച് പഴയ ടെലി സീരീസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ലോസ്റ്റ് അതുപോലെ ഞാൻ പിന്നെയും പഴയതിലേക്ക് പോവുകയാണെങ്കിൽ ഹിച്ച്കോക്ക് പ്രസൻസ്, ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു സീരീസ്. അപ്പൊ അത് നമുക്ക് വേറെ എപ്പിസോഡിൽ പറയാം. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു കഥയാണ് ശരിക്ക് നടൻ ജയറാം ആദ്യമായിട്ട് അഭിനയിച്ച ഒരു അപരൻ എന്ന് പറയുന്ന സിനിമയിലത്തെ കഥ. ശരിക്കും പറഞ്ഞാൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസിൽ ഒരു ചിലപ്പോ പത്മരാജനെ അറിഞ്ഞിട്ടുണ്ടാവില്ല, കോപ്പിടിച്ചെന്നല്ല ഞാൻ പറയണത്, പക്ഷെ 1980s ലാസ്റ്റ് വന്ന അപരൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസിലെ എപ്പിസോഡിലുണ്ട്. അപ്പോ ഞാനത് വായിക്കുകയാണ്, ആവാതിരിക്കാം. അതെ, ഞാനത് വായിക്കുകയാണ് ചെയ്തത്. ആദ്യം കാണുന്നതിന് പകരം ആദ്യം ഞാനത് വായിക്കുകയാണ് ചെയ്തത്. അതിന്റെ മലയാള അതിലെ ചില എപ്പിസോഡുകളുടെ മലയാളം വന്നിട്ടുണ്ട്, ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സാധാരണ നമ്മള് വെബ് സീരീസ് ഒക്കെ കാണുകയാണ് ചെയ്യുക, ഞാൻ ആദ്യം വായിച്ചിട്ടാണ് പിന്നെ അത് പോയി കാണുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി നമുക്ക് വേറൊരു ഒപ്പം സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ അതിന്റെ ചില എലമെന്റ്സ് ഉണ്ട്. അപ്പോ അത് നമുക്ക് വേറെ എപ്പിസോഡിൽ സംസാരിക്കാം.